ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സബീന. നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഷോർട്ട് ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റി ബിറ്റിനാണ് എടുത്തിട്ടുള്ളത്. 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരണം. ഓപ്പണായിട്ടിരിക്കുന്ന സൈഡിൽ അപ്പുറത്തെ വശത്തേക്കും വരണം. അതിനുശേഷം ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ ആം ഹോളും 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വന്നിട്ട് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നിന്ന് ഇറക്കം ഒരു 13.5 ഇഞ്ച് എടുത്തിട്ട് അതിൽ നിന്ന് വണ്ണം 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹിപ്പും മുകളിൽ നിന്ന് ഇറക്കം 20 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ 11 ഇഞ്ച് വണ്ണം രേഖപ്പെടുത്തി അതിൽ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് വരച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കിനി കഴുത്തകലെടുക്കാം. കഴുത്തകല ഞാനൊരു 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് അകലവും 6.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഒരു വി നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വി നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ ഇറക്കം എടുക്കുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് വി നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. വി നെക്കിൻ്റെ ഷേപ്പ് വരച്ച് അതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കഴുത്തുകൊണ്ടൊന്ന് ഒതുങ്ങിയിരിക്കും. ഒന്ന് കുറച്ചുകൂടെ വിരിവ് വേണോ, കുറച്ച് അകലമൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ നേരത്തെ വരച്ച് വെച്ചതിൻ്റെ അടുത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റി ഒരു ഷേപ്പ് കൂടെ വരച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു ഷേപ്പ് കൂടെ വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ആണ് അത് കൈക്കുഴി ഒന്ന് കുഴിച്ചൂടെ വെട്ടി കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ചരിച്ചൂടെ വെട്ടി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും എടുത്ത് ഒരു 3 ഇഞ്ച് കഴുത്തകലവും 3.5 ഇഞ്ച് ഇറക്കവും എടുത്ത് ഒരു ബോക്സ് വരച്ചിട്ട് യു ഷേപ്പ് വരച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കൈ വരച്ചെടുക്കാം. കുറച്ച് ഇറക്കത്തിലാണ് കൈ ചെയ്യുന്നത്. അതും 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫോൾഡുള്ള ഭാഗം നമ്മുടെ വശത്തേക്ക് വരണം. അതിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്കെയിലുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക കൈ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി കണ്ടിട്ട് ഒരു കൈയുടെ ഷേപ്പ് ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക. കൈയുടെ വണ്ണം എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുത്ത് ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ഷേപ്പ് വരച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്ന് കാണിക്കുന്നില്ല, അതിനെ ഒന്ന് പറയുക മാത്രമാണ്. ഞാനിത് കഴുത്ത് തച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് വീഡിയോ എടുത്തില്ല. തച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പീസ് എടുത്ത് നമ്മുടെ ഫ്രണ്ട് വശം തമ്മിൽ യോജിപ്പിച്ച് ഫ്രണ്ട് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കണ തുണിയുടെ ഫ്രണ്ട് വശവും കൂടെ ചേർത്ത് ഇങ്ങനെ തച്ച് ഒന്ന് മറിച്ചെടുത്തെടുത്താൽ മതി. അതിനുശേഷം ഒരു ലേസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വശവും ഇതുപോലെ ഫ്രണ്ട് തമ്മിൽ ഒരേപോലെ വരണം, ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ ഇതുപോലെ ബാക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് പതിച്ചടിച്ചാൽ മതി. അതിനുശേഷം ഷോൾഡർ യോജിപ്പിക്കാം. രണ്ടിൻ്റെ ഫ്രണ്ട് വശങ്ങൾ
നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് ഷോൾഡർ യോജിപ്പിക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരണം. എന്നിട്ട് ആ 1/2 ഇഞ്ച് മാറ്റി ഷോൾഡർ 2 യോജിപ്പിച്ച് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈയുടെ താഴെയും ലേസ് വെച്ചിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെ കൈ വന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ ഷേപ്പ് വരച്ചാൽ മതി. ഷേപ്പ് വരച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇത് ഒരുവിധം സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് തച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്